ഹലോ ഗായ്സ്, അൻസിയ ഷോഫീർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ഇക്കായാണെങ്കിൽ ഇവിടെ കുറ്റി തോണ്ടിക്കൊണ്ടിരിക്കുവാണ്. 3-4 ദിവസം കൊണ്ട് തുടങ്ങിയതാണ് പണി. അപ്പോൾ ഇന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെയാണെങ്കിൽ മുമ്പൊരു മരം ഉണ്ടായിരുന്നു. ആ മരം കൊടുത്തതിന് ശേഷമാണെങ്കിൽ ഈ കുറ്റി ഇവിടെ ഇരിക്കുമായിരുന്നു. ഇത്രയും ഇതുവരെയൊക്കെ മണ്ണുണ്ടായിരുന്നു. തോണ്ടി ഇതുവരെ ആക്കി. ഇപ്പോഴേ ഒരു കിണറ്റിൻ്റെ ഒരു റൗണ്ട് പോലെയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇത് കിണറല്ല കേട്ടോ. ഞാൻ വിചാരിച്ച് ഞാൻ വെറുതെയെങ്കിലും ഒരു 3-4 ദിവസത്തേക്ക് മുമ്പ് പറഞ്ഞു, നമുക്കാണെങ്കിൽ ഈ കുറ്റിയാണെങ്കിൽ തോണ്ടി ഇളക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ എത്രയും വലിയൊരു കുറ്റി എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്ത് കൊടുക്കാം. കൃഷിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൈ വെച്ച് പിടിപ്പിച്ച് ഇതേപോലെ ഒരു വലിയ മരമൊക്കെ ആക്കിയെടുത്ത് കൊടുക്കാം എന്ന് ഉള്ള പ്ലാനൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ അതങ്ങ് പാസ്സാക്കി. നോക്കിയേ, ഇനി 3-4 ദിവസം കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് അത് ഇളക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ചെറുതായിട്ട് മുളകൊക്കെ ഇവിടെ വെച്ച് മുളകിൻ്റെ തൈയൊക്കെ പാവി ഇവിടെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ നന്നായിട്ടൊന്നും വരുന്നില്ല. എന്നെപ്പോലെ തന്നെ വളർച്ച കുറവുണ്ടെന്ന് തോന്നുന്നു. അതാണ്ടേ. പിന്നെ ഇത് നമ്മളെ അടുക്കളയുടെ വാക്കാണ്. അടുക്കള വശമാണ്. കണ്ടിട്ടില്ലാത്തൊരു കണ്ടോളി. അങ്ങനെയൊക്കെ ആണെങ്കിൽ വേര് തോണ്ടുന്നതൊക്കെ കണ്ടല്ലോ. വീഡിയോ എടുത്തിട്ട് ഞാനിവിടെ വന്നിങ്ങനെ ഇരുന്ന് മുന്തി തിന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ചാനൽ മിനിഞ്ഞാന്ന് ഡിലീറ്റായിപ്പോയി. പിന്നെ ഇന്നലെ വീണ്ടും പുതിയ ചാനൽ തുടങ്ങി. 19 സബ്ബായി. കാണുന്ന നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് സന്തോഷമായേനെ. 1500 മേലെ സബ് പോയതായിരുന്നു. കുറേ പേർക്കൊക്കെ എന്നെയും ഫാമിലീനെയൊക്കെ അറിഞ്ഞു തുടങ്ങിയതായിരുന്നു. ഭയങ്കരമായിട്ടൊന്നുമല്ല, കുറച്ച്. അപ്പോഴാണെങ്കിൽ പോയാൽ നല്ല വിഷമമുണ്ട്. കുഞ്ഞിനെ സ്കൂളിൽ ഇട്ട് ഇന്നലത്തേൽ ഇച്ചിരി ചോറൊക്കെ ബാലൻസ് ഉള്ളതുകൊണ്ട് പിന്നെ അടുക്കളയിൽ പിന്നെ ജോലിക്കായിട്ട് കയറിയില്ല. മീൻ കറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് കറിയൊന്നും വയ്ക്കണ്ട, ചോറൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ പോയതിൻ്റെ വിഷമം അറിയാതിരിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് പേർക്കൊക്കെ നല്ല വിഷമമുണ്ട്. പോയത് അറിഞ്ഞതിൽ ചോദിക്കുന്നുണ്ട്, നീ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ 1500 സബ്ബൊക്കെ ആക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ, ആർക്കും ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും പറ്റാതിരിക്കട്ടെ.